ഹായ്, മിൻഹാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് റീറ്റെയിനിങ് വാളിൻ്റെ ചില കാര്യങ്ങളാണ് കേട്ടോ. ബേസ്മെൻറ്റ് പാർക്കിങ്ങിൻ്റെ സുരക്ഷ തുടങ്ങുന്നത് തന്നെ റീറ്റെയിനിങ് വാളിൽ നിന്നാണ്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലും വലിയ പ്രൊജക്റ്റുകളിലും ബേസ്മെൻറ്റ് പാർക്കിംഗ് എന്നൊരു അനിവാര്യമായ ഘടകമാണ്. എന്നാൽ പലപ്പോഴും കെട്ടിടത്തിൻ്റെ ഭംഗിയിലും ഫിനിഷിങ്ങിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഈ ഒരു ഘടകമായ റീറ്റെയിനിങ് വാൾ നിർമ്മാണം വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാറില്ല. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് നിർമ്മിക്കുമ്പോൾ ചുറ്റുമുള്ള മണ്ണിൻ്റെ മർദ്ദവും ഭൂഗർഭജലത്തിൻ്റെ സമ്മർദ്ദവും താങ്ങി നിർത്തേണ്ടത് റീറ്റെയിനിങ് വാളുകളാണ്. ഈ ഭാഗത്ത് ചെറിയ ലാഭം മാത്രം ലക്ഷ്യമാക്കി ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച വരുത്തുകയോ ശരിയായ ഡിസൈനും എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങളും പാലിക്കാതിരിക്കുകയോ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വർഷങ്ങൾക്കിപ്പുറം വലിയ സാമ്പത്തിക നഷ്ടമായും സുരക്ഷാ പ്രശ്നങ്ങളായും മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. റീറ്റെയിനിങ് വാളുകളിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ, വെള്ളം ചോർന്നു കയറൽ, മണ്ണിൻ്റെ നീക്കം, ഘടനാപരമായിട്ടുള്ള ബലക്കുറവ് എന്നിവ പിന്നീട് പരിഹരിക്കാൻ വലിയ ചെലവും സമയവും ആവശ്യമായി വരും. ചില സാഹചര്യങ്ങൾ അത് മുഴുവൻ കെട്ടിടത്തിൻ്റെ സ്ഥിരതയെ തന്നെ ബാധിച്ചേക്കും. അതുകൊണ്ട് ബേസ്മെൻറ്റ് നിർമ്മാണം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൃത്യമായ മണ്ണ് പരിശോധന, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തണം. ലൂസ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തുകൊണ്ട് മാത്രമാണ് റീറ്റെയിനിങ് വാൾ നിർമ്മാണം നിർവഹിക്കാൻ പാടുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഗുണമേന്മയുള്ള കോൺക്രീറ്റും സ്റ്റീലും തന്നെ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കണം. റീറ്റെയിനിങ് വാളല്ലേ എന്തെങ്കിലുമൊക്കെ ബാക്കി വരുന്ന സംഭവങ്ങൾ വെച്ച് ചെയ്യുക എന്നുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല. മികച്ച ഡ്രെയിനേജിൻ്റെ പ്ലാനിങ് വേണം നമുക്ക്. വെള്ളം അതിലേക്ക് ഒഴുകി വരുമ്പോൾ നമ്മൾ ഏതിലൂടെയാണ് ആ വെള്ളത്തിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്, ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരിചയസമ്പന്നരായ എഞ്ചിനീയർ ഒരു മേൽനോട്ടത്തിൽ വേണം റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ ഒരു ബേസ്മെൻറ്റിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ നിലത്തിനടിയിലാണ്. ബേസ്മെൻറ്റ് ഫ്ലോർ എപ്പോഴും ആ ഫ്ലോറിൻ്റെ അടിയിൽ എങ്ങനെയാണോ അതിൻ്റെ ഒരു ദൃഢത ഉണ്ടായിരിക്കുക മണ്ണിൻ്റെ, അതിനനുസരിച്ചിട്ടാണ് യഥാർത്ഥ അതിൻ്റെ ഒരു ശക്തി കണക്കാക്കാൻ പറ്റുക. കണ്ണിൽ കാണാത്ത ആ ഭാഗം ശക്തമാണെങ്കിൽ മാത്രമേ കെട്ടിടത്തിൻ്റെ ഭാവിയും നമുക്ക് സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് ചെയ്യുന്ന ഗുണമേന്മയുള്ള റീറ്റെയിനിങ് വാൾ വർക്ക് നാളത്തെ വലിയ തലവേദനകൾ ഒഴിവാക്കുന്ന ഏറ്റവും മികച്ച നിക്ഷേപമാണ് കേട്ടോ. നിങ്ങളുടെ നിർമ്മാണം ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ മിൻഹാജ് ബിൽഡേഴ്സിനെ സമീപിക്കാവുന്നതാണ്. ഏറ്റവും കരുത്തോടെ, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിശ്വാസത്തോടെ നിങ്ങൾക്ക് ആ ഒരു വർക്കിനെ തിരിച്ചേൽപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ്. 25 വർഷത്തെ പ്രവൃത്തി പരിചയവും അതോടൊപ്പം തന്നെ എല്ലാ ക്ലയൻറ്റിനും നമ്മുടെ ഫീഡ്ബാക്ക് എന്നുള്ളത് പോസിറ്റീവ് തന്നെയാണ്. ആർക്കും നമ്മളെപ്പറ്റി ഒന്നും പറയാനായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടിയുണ്ട്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളുടെ ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത് നാളത്തേക്ക് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ. നമ്മൾ ഒരുപാട് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ട് കഴിഞ്ഞാലും അത് നമ്മുടെ ആഗ്രഹമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ ചെയ്യുന്നൊരു വർക്കാണ് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത്. പക്ഷേ അതിലുപരി നമുക്കൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലേക്ക് നമ്മളൊരു ചെറിയൊരു പോർഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നാളത്തേക്കുള്ള നമ്മുടെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വരുമാന മാർഗം കൂടിയാണ്. അതുകൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യാനുള്ളതിനോ അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്നും എന്തെങ്കിലും ഒരു 10 രൂപ മേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയോ നമുക്ക് വരാതിരിക്കുവാനായിട്ടുള്ളൊരു മുൻകരുതലാണ് നമുക്ക് ഇതുപോലുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിങ്സുകൾ, അതേപോലെ തന്നെ മറ്റ് പല പല പദ്ധതികളുണ്ട്. റിസോർട്ട് പ്രൊജക്ട്സുകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ഫാക്ടറി കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷെഡ് നിങ്ങൾക്ക് നിർമ്മിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. വാടകയ്ക്ക് നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് മറ്റൊരാളുകളെ ആശ്രയിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. അത് നിങ്ങൾ ഓരോരുത്തരും ഒരു വീട് പണിയുമ്പോൾ ഒരു 50 ലക്ഷം 60 ലക്ഷം രൂപ വീടിന് ചിലവാകുമെങ്കിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും മാറ്റി വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗത്തിനുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ ഗുണം ചെയ്യും. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിൽ നിന്ന് നമുക്കൊന്നും വരുമാനങ്ങൾ ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നില്ല. ഒരു 3 വർഷം കഴിയും തോറും നമ്മൾ പെയിൻറ്റിങ്ങിനാണെങ്കിലും എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസിനാണെങ്കിലും അങ്ങോട്ട് പണമിറങ്ങുന്ന ഒരു ഘടകമാണ് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്നുള്ളത്. അത് നമുക്ക് അനിവാര്യമാണ്, അതിൽ മാറ്റമൊന്നുമില്ല. എങ്കിൽ പോലും നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഇതുപോലുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളോ അപ്പാർട്ട്മെൻറ്റുകളോ റിസോർട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ അതിലേക്ക് ഇറക്കി നാളത്തെ ഒരു വരുമാനമാക്കി മാറ്റുവാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. എന്നോട് കൂടി തന്നെയാണ് ഞാനും പറയുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. മനസ്സമാധാനത്തോടെ നമ്മുടെ അവസാന നാളുകൾ കഴിയുവാൻ ഒരു 10 രൂപ നമ്മുടെ കൈകളിലേക്ക് ഡയറക്റ്റ് എത്തുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം നമ്മൾ ചെയ്തു വെച്ചാൽ
അത് നമുക്ക് ഏറ്റവും മനോഹരമായൊരു ജീവിതത്തിന് ഉപകാരപ്പെടും. ബാക്കിയുള്ള അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഒന്നും നമുക്ക് തടസ്സം നിൽക്കാനായിട്ട് കഴിയില്ല. എല്ലാം വരാനുള്ളത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു കരുതൽ നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നാളെ ഒരു ബലമാണ്, നമ്മളെ നോക്കുന്നവർക്കും നമ്മളെ പിൻഗാമികൾക്കും. അപ്പോൾ എന്താ, തുടങ്ങിയില്ലേ പുതിയൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്? ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം ആവശ്യം വരുന്ന സമയത്ത് മിൻഹാജ് ബിൽഡേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിലെല്ലായിടത്തും ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാകുന്ന തരത്തിലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.